വെൽക്കം ടു ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ്. ഞാൻ വീണ. എല്ലാ പ്രേക്ഷകർക്കും ഓണത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മമ്മൂട്ടി അഭിനയിച്ച് ഏറെ കാത്തിരുന്ന സറ്റാരിക്കൽ കോമഡി യൂട്ടോപ്പിയയിലെ രാജാവ് ഈ ആഴ്ച റിലീസായി. കമൽ ഡയറക്റ്റ് ചെയ്ത ഈ സിനിമ ഗ്രാൻഡ് ഫിലിം കോർപ്പറേഷനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയും ജുവൽ മേരിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മൂവി കൊക്കരാനക്കര എന്നൊരു ഫിക്ഷണൽ വില്ലേജിനെ റിവോൾവ് ചെയ്യുന്നു. CB സ്വതന്ത്രൻ. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ഒരു ഫ്രീഡം ഫൈറ്ററുടെ മകനാണ്. അയാളുടെ കസിൻ സോമൻ തമ്പിയായി വരുന്ന സുനിൽ സുഗത മമ്മൂട്ടിയുടെ അച്ഛൻ്റെ മരണശേഷം അയാളുടെ കുടുംബ സ്വത്ത് ബലമായി പിടിച്ചെടുക്കുന്നു. സ്വതന്ത്രൻ്റെ നല്ല സ്വഭാവം കൊണ്ടും അയാളുടെ അപൂർവമായ പേരുകൊണ്ടും നാട്ടുകാരയാളെ യൂട്ടോപ്പിയയിലെ രാജാവെന്ന് വിളിക്കുന്നു. അയാൾ തൻ്റെ അച്ഛൻ്റെ സ്മാരകം കൊക്കരാനക്കര ജംഗ്ഷനിൽ പണിയാൻ തീരുമാനിക്കുന്നതാണ് ഈ കഥയുടെ വഴിത്തിരിവ്. പിന്നീട് അയാൾ സോഷ്യൽ വർക്കറായ ഉമാദേവിയെ കാണുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ മൂവിയുടെ കഥ. മമ്മൂട്ടി എപ്പോഴത്തെയും പോലെ നന്നായി അഭിനയിച്ചിരിക്കുന്നു. കോമഡി ടൈമിംഗ് ഇൻക്രെഡിബിൾ ആണ്. ജുവൽ മേരി ഒരു സീരിയസ് സോഷ്യൽ വർക്കറിൻ്റെ റോളിൽ നന്നായിരിക്കുന്നു. സപ്പോർട്ടിംഗ് റോൾസിൽ അഭിനയിച്ചിരിക്കുന്ന സുനിൽ സുഗതയും സീതാലക്ഷ്മിയും റോളിന് നീതി പുലർത്തിയിരിക്കുന്നു. PS റഫീഖിൻ്റെ സ്ക്രീൻ പ്ലേയും കമലിൻ്റെ ഡിറക്ഷനും സൂപ്പർബാണ്. മൂവി ഉടനീളം സെറ്റയർ എന്ന ആശയം നിലനിർത്തുകയും കോമിക് എലിമെൻറ്റ്സ് കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഔസേപ്പച്ചൻ്റെ മ്യൂസിക് ഡീസൻറ്റും കഥയോട് ചേർന്ന് പോവുകയും ചെയ്യുന്നു. എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും അഡോറബിൾ ആണ്. ഓവറോൾ മൂവി ഒരിക്കൽ തീർച്ചയായും കാണാം. ഞങ്ങൾ 3 out of 5 പോപ്കോൺസ് കൊടുക്കും. ഇതായിരുന്നു യൂട്ടോപ്പിയയിലെ രാജാവിൻ്റെ ഞങ്ങളുടെ റിവ്യൂ. നിങ്ങൾക്ക് എന്താണ് മൂവിയെ പറ്റി തോന്നുന്നത്? ഞങ്ങൾക്ക് അത് കമൻസിൽ പറഞ്ഞറിയിക്കൂ.